സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. പ്രതിദിനം 106 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ ഒരാൾ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. 2000 പേരാണ് ഈ മാസം മാത്രം രോഗം ബാധിച്ച് ചികിത്സ തേടിയത്. പകർച്ചപ്പനിക്കൊപ്പം ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 150ഓളം പേർക്കാണ് ശരാശരി പ്രതിദിനം രോഗം ബാധിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗബാധ. കോർപ്പറേഷൻ പ്രദേശത്തും തീരദേശത്തുമാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതരുള്ളത്. തിരുവനന്തപുരത്ത് ഇന്നലെ ഒരാൾ ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു. 2000 പേരാണ് ഈ മാസം മാത്രം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കാലാവസ്ഥാ വ്യതിയാനമാണ് വേനൽക്കാലത്തും രോഗബാധ വ്യാപകമാകാൻ കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഡെങ്കിപ്പനി ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കും. വീണ്ടും രോഗബാധ ഉണ്ടാകുമ്പോൾ ആന്തരിക രക്തസ്രാവത്തിനും പക്ഷാഘാതത്തിനും ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുള്ളവരിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. കുട്ടികളിലും ഡെങ്കിപ്പനി കൂടുതലായി സ്ഥിരീകരിക്കുന്നതായാണ് കണക്കുകൾ. അതിനാൽ കുട്ടികളെ പ്രത്യേകം നിരീക്ഷിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യ വിദഗ്ധർ നൽകുന്നു. തദ്ദേശ വകുപ്പിന് പണം നൽകാത്തതിനാൽ കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കാര്യക്ഷമമല്ല. ഇതാണ് വേനൽക്കാലത്തും ഡെങ്കിപ്പനി രൂക്ഷമാകാൻ കാരണം. ജനം, തിരുവനന്തപുരം.